ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. സോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ 90 ഡേയ്സ് റീസ്റ്റോറേഷൻ പ്രോഗ്രാമിനെ പറ്റിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഒരു 90 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയുന്ന കുറച്ച് നോളേജ് നിങ്ങൾക്ക് പകർന്നു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് അങ്ങനെ വിചാരിച്ചതാണ്. സോ ഇന്നാണ് ഫസ്റ്റ് ഡേ. അപ്പം ഞാനൊരു ചെറിയൊരു ഓറിയൻറ്റേഷൻ തരാം. ബാക്കി ഞാൻ പറഞ്ഞ ഡേയ്സിൽ ഞാനത് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നമ്മൾ വിചാരിക്കും ഓക്കെ, എന്താണ് ഈ പ്രോഗ്രാം, എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ. ഇത് വേറെ ഒന്നുമല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡെലിവറിക്ക് ശേഷം എൻ്റെ വെയിറ്റ് കുറച്ചൊന്ന് കൂടി. അപ്പോൾ വെയിറ്റ് ഒന്ന് കുറച്ചാലോ എന്ന് വിചാരിച്ചു, ഒരു ചലഞ്ച് പോലെ എടുത്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ വിചാരിക്കുന്നത് തന്നെ. ഇതുപോലെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് അവർക്കും വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല, അവർക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് വിചാരിച്ചത് വൈ നോട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ലൈക്ക് എനിക്കറിയാവുന്ന ചെറിയ ഒരു നോളേജ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ. സോ അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ അത് പറഞ്ഞുതരാം. സോ അത് നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കാൻ ഒരു പ്ലാനിലാണ് ആയിരുന്നു. സോ അങ്ങനെ 6 മണിക്ക് എഴുന്നേറ്റു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ ബ്രഷിങ്, അങ്ങനെ വാഷ്റൂം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒരു 2 ഗ്ലാസസ് ഓഫ് വാട്ടർ കുടിച്ചു. അത് മസ്റ്റാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ആൻഡ് അതിന് ശേഷം ഒരു 7 minutes മെഡിറ്റേഷൻ, നമുക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാം, നമ്മുടെ ഡിവോഷൻസ് നമുക്ക് ചെയ്യാവുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കുക്കിംഗ് ചെയ്തു. സോ നമുക്ക് ഇപ്പം അതിനുശേഷം എക്സസൈസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അവർക്കത് ചെയ്യാവുന്നതായിരിക്കും. ആൻഡ് വേറെ പല റുട്ടീനായിട്ട് ചെയ്യുന്നവർക്ക് അത് ചെയ്യാവുന്നതായിരിക്കും. ഞാൻ കുക്കിങ്ങിന് ശേഷമാണ് ഞാൻ പിന്നെ സൂംബ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അല്ലെങ്കിൽ സൂംബ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ജസ്റ്റ് ഒരു പാട്ട് ഇട്ടിട്ട്, നമുക്ക് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്, എക്സസൈസ് ചെയ്യണമല്ലോ എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇതായിരിക്കും. സോ സൂംബ ചുമ്മാ ഒരു പാട്ടിട്ട് നമുക്ക് ചുമ്മാ ഡാൻസ് ചെയ്യാം. മേക്ക് ഷുവർ നമ്മൾ സ്വെറ്റ് ചെയ്യണം. ഓക്കെ, സോ അത് ചെയ്യാം. അതിനുശേഷം ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഞാൻ കുളിക്കുകയും റെഡി ആവുകയൊക്കെ ചെയ്തു. അതായിരുന്നു ഒരിത്. പിന്നെ അതുപോലെ വീട്ടിലിരിക്കുന്നവർക്ക് ബാക്കിയുള്ള റുട്ടീൻ വർക്ക്സ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ ഈവനിങ് വന്ന ശേഷം ഈ സമയത്ത് ഇടയ്ക്ക് മോർണിംഗ് ആഫ്റ്റർനൂൺ എല്ലാ സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഒരു 1.5 hour ഗ്യാപ്പിൽ വെള്ളം, പിന്നെ ഞാൻ ലെമൺ ഹണി ജ്യൂസ്, അത് വെയിറ്റ് കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ഓൾസോ ഇടയ്ക്ക് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ബട്ടർ മിൽക്ക് കുടിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ആൻഡ് മോസ്റ്റ്ലി റെഗുലർലി വാട്ടർ. ഇപ്പം ഇത് ഞാൻ പിന്നെ പറയുന്നതായിരിക്കും. നമ്മുടെ വെയിറ്റിനനുസരിച്ചാണ് നമുക്ക് ഇത്ര വെള്ളം കുടിക്കണമെന്നുണ്ട്. സോ അത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതിനുശേഷം ലഞ്ച്, 1 മണിക്ക് ലഞ്ച് കഴിച്ചു. അതിനുശേഷം വീണ്ടും വാട്ടർ 1.5 hour 2 hour ഗ്യാപ്പിൽ വെള്ളം കുടിക്കുക. പിന്നെ അതിനുശേഷം 8 o'clock ഡിന്നർ. പിന്നെ അതായത് നിങ്ങൾക്കിപ്പം എന്തെങ്കിലും എന്തെങ്കിലും വീഡിയോസ് കാണണമെങ്കിലോ, അതോ ഞാൻ ആക്ച്വലി സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു ബുക്കുണ്ട്, 30 ഡേയ്സിൻ്റെ ഒരു മൈൻഡ്ഫുൾ ഹാപ്പിനെസ്സിനെ പറ്റിയുള്ളൊരു ബുക്കാണ്. സോ അപ്പോൾ അത് വായിക്കാൻ വേണ്ടി അങ്ങനെ വിചാരിച്ചു. സോ അപ്പം ഇതാണ് ഒരു ഡേ 1 ഒരു റുട്ടീനായിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ക്ലിനിക് ഉണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 2 ട്രീറ്റ്മെൻറ്റ് എടുത്തു ഞാൻ, ബോഡി മസാജും അതുപോലെ സ്റ്റീം ബാത്തും. സോ ഈ 2 ട്രീറ്റ്മെൻറ്റ്സും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളികളടുത്ത് നിങ്ങൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയാം, ലൈക്ക് ഒന്ന് മസാജ് ചെയ്ത് തരാനോ. അത് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ബോഡി ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ്സ് ബേൺ ഔട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ഡേ 1 ഇത്രയുമാണ്. ഞാനൊരു ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ പോലെ പറയുന്നതേ ഉള്ളൂ. നാളെ തൊട്ട് നമ്മൾക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കുന്നതായിരിക്കും. സോ ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നാളെ നമുക്ക് കാണാം വീണ്ടും. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്.